ഇന്ന് രാവിലെ അപ്പൂസ് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും ഒരു ഉറക്കം മതിയായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പൂസിന് ജനൽ തുറന്നു കൊടുത്തിട്ട് ഞാൻ അങ്ങനെ ബെഡിൽ തന്നെ കിടന്നു. അപ്പോഴാണ് ഒരു മഞ്ഞ കിളി പുറത്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പൂസിന് അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. രാവിലെ തന്നെ എനിക്കും അതിൻ്റെ കരച്ചിലൊക്കെ കേട്ടിങ്ങനെ വെറുതെ കിടന്നപ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം തോന്നി. കുറേ സമയം റൂമിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പൂസ് നേരെ കോഴിക്കോടിൻ്റെ അവിടെ പോയിട്ട് കോഴിക്കളെ ഇടാനൊക്കെ ഉള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് ബാക്കിയുള്ള ചോറൊക്കെ കോഴികൾക്ക് ഇട്ട് കൊടുത്തിട്ടാണ് കോഴിക്കോട് തുറന്നത്. നമ്മളെ കോഴികൾക്ക് വറ്റിട്ട് കൊടുക്കണേക്കാളും ഇഷ്ടം അരിയാണ് കേട്ടോ. വറ്റ് മീൻസ് ചോറ്. ബാക്കിയുള്ള ചോറ് ഇട്ട് കൊടുക്കണേക്കാളും അവർക്കിഷ്ടം അരിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴൊന്നും അരി ഇട്ട് കൊടുക്കലില്ല. പിന്നെ പുല്ലൊക്കെ തിന്നട്ടെ എന്ന് വിചാരിക്കും. തൊടുവിലുള്ള പ്രാണികളെയും ചെതലൊക്കെ പെറുക്കി തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചേ ഇട്ട് കൊടുക്കലുള്ളൂ. ബാക്കിയൊക്കെ ഓരങ്ങനെ തൊടുവ് കൂടെ നടന്ന് കഴിക്കലാണ്. ഇന്നേ കറിക്ക് പൊറോട്ട കൊടുന്നൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ മോളും ഉണ്ട് ചായ കുടിക്കാൻ. അപ്പോൾ ഇക്കയും മോളും ആദ്യം ഇരുന്ന് കഴിച്ചു. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്ന് അങ്ങനെ മെല്ലെ കഴിക്കുകയാണ്. ഉച്ചയ്ക്ക് ഇതാ നമ്മൾ ചിക്കൻ കറിയാണ് വെക്കുന്നത്. എനിക്ക് അടുപ്പിൽ വെക്കാനാട്ടോ ഇഷ്ടം. ഇങ്ങനെ ചിക്കനൊക്കെ ആകുമ്പോൾ അതാവുമ്പോൾ ആ കനലിൽ കിടന്ന് വേവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇക്ക പറഞ്ഞു വേണ്ട, അപ്പൂസിനെയും കൊണ്ട് എനിക്ക് കഴിയൂല, ഗ്യാസുമ്മ വെച്ചാൽ മതി പറഞ്ഞു. അങ്ങനെ ഒരു സൈഡിൽ ചിക്കനും മറ്റേ സൈഡിൽ നെയ്ച്ചോറുമാണ് വെക്കുന്നത്. എനിക്ക് ഗ്യാസിൽ വെക്കുമ്പോൾ എന്തോ ഒരു ഇത് കിട്ടൂല. അതിൻ്റെ അടിയിൽ മാത്രമല്ല ഇങ്ങനെ തീ ചൂടാവുള്ളൂ. എനിക്കിങ്ങോട്ട് നല്ലോണം കത്തിങ്ങാണ്ടൊക്കെ അങ്ങോട്ട് സെറ്റാകണം. പക്ഷെ ഇന്ന് ഗ്യാസിൽ തന്നെയാണ് വെച്ചത്. അങ്ങനെ നെയ്ച്ചോറും ഒരു ചിക്കന് ഗ്രേവി ടൈപ്പാക്കിയാണ്ട് അങ്ങനെ വെച്ചു. ഉച്ചക്ക് അതും മോളും മോനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിരുന്ന് നമ്മൾ ഇക്കാൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോവാൻ കേട്ടോ. ഉമ്മയും മോളും ഒക്കെ ഉണ്ട് നമ്മളെ കൂടെ കേട്ടോ. അവർക്ക് തയ്യ് വാങ്ങിയിട്ടില്ലായിരുന്നു. അമ്മായിക്കൊക്കെ തയ്യ് വാങ്ങിയത് പറഞ്ഞത് ഓർമ്മ ഉണ്ട് ഞങ്ങൾക്ക്. റംബുട്ടാനൊക്കെ വാങ്ങിയിട്ടില്ലായിരുന്നു. അത് കൊണ്ടേ കൊടുക്കാൻ ഒരുപാട് ദിവസമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്. പക്ഷെ നമ്മൾ പോവാൻ നിൽക്കുമ്പോൾ ആ ഒരു സമയത്ത് അവരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പോയിട്ടില്ലായിരുന്നു. പിന്നെ അവരിങ്ങോട്ട് വന്നതുമില്ല. നമ്മൾ പോക്ക് അങ്ങോട്ട് ക്യാൻസലാവുകയും ചെയ്തു. അപ്പോൾ ഇന്നാണ് പിന്നെ ഒഴിവ് കിട്ടിയത്. പിന്നെ അവിടെ ലിയമോളുണ്ട്, അതായത് ഇക്കാൻ്റെ കസിൻ കേട്ടോ. അപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവളെ കാണാനും കൂടിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഒരമ്മായിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റൊക്കെ ആയിരുന്നു. അവരും ഡിസ്ചാർജായി വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാനും നമുക്ക് പോകണം. അപ്പോൾ എല്ലാം കൂടെ ഒറ്റ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിലൊക്കെ ലോക്കാക്കി ഇറങ്ങിയപ്പോൾ കോഴികൾ ഇതാ നമ്മളെ കാലിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് അരി ഇട്ട് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ അരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി റേഷൻ കടയിൽ നിന്ന് കൊടുന്നിട്ട് വേണം കേട്ടോ. അപ്പോൾ അതാ മഴയും വരുന്നുണ്ട്, ഇടി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മെഷീൻ്റെ പ്ലഗൊക്കെ ഊരിയിട്ടിട്ടാണ് പോയത്. ഇക്കയും മോളൊക്കെ ആദ്യം തന്നെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി. ഉമ്മയും തന്നെ അവിടുന്ന് അങ്ങനെ വന്നുങ്ങാണ്ട് ഉമ്മയും കയറുകയാണ്. ഞാനുണ്ടല്ലോ ഇന്ന് പോണത് രാവിലെ ചോദിച്ചപ്പോഴൊന്നും ഇക്ക പോണത് പറഞ്ഞില്ല കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടായ തീരുമാനമായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ക്ഷീണോ അതൊക്കെ കുളിച്ചുങ്ങാണ്ട് അങ്ങനെ തന്നെ മാറ്റിപ്പോയിട്ട് ഞാൻ ആകെ വിയർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉമ്മാനൊക്കെ എടുത്തിട്ട് പോവാണ്. ഞാൻ മാറ്റി എന്നല്ലാതെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉച്ചാരക്കടവിക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ JCB ഉണ്ടാവും കേട്ടോ. എപ്പോഴും പാലം കഴിഞ്ഞാൽ അവിടെ JCB ഉണ്ടാവും. അപ്പോൾ അപ്പൂസ് ഇക്കാനൊക്കെ വിളിച്ചിട്ട് ബാബാ ഒക്കെ പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു കൊടുക്കണ തിരക്കാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ കട ഉണ്ട്. അപ്പോൾ അതിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനം പിന്നെ ഉച്ചാരക്കടവ് സെൻറ്ററിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. വേറെ രസം എന്താണെന്നോ, നമ്മൾ പോകുന്നത് 3 കാര്യങ്ങൾക്കാണ്. അമ്മായിനെ കാണാൻ, ലിയമ്മോളെ കാണാൻ, അതുപോലെ തൈ കൊണ്ടേ കൊടുക്കാൻ. പക്ഷെ നമ്മൾ തൈ എടുക്കാൻ മറന്നു. അപ്പോൾ ഏതായാലും ഇനി തിരിച്ച് നമ്മൾ ചെമ്മാണിയോട്ട് കൂടെ തന്നെയാണ് പോവുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് തയ്യാൾ വീട്ടിൽ പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങുകയാണ്. ആ സമയത്താണ് ഉമ്മാക്ക് കോൾ വന്നത് കേട്ടോ. നമ്മൾ അമ്മായിക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിയമോൾ അവിടെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അമ്മായി വിളിച്ച് നിങ്ങൾ ഇറങ്ങിയൊക്കെ ചോദിച്ചു. ഞങ്ങളിങ്ങനെ പോന്നിട്ടുണ്ടോ ഒക്കെ പറഞ്ഞപ്പോൾ അമ്മായി ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ച്. പിന്നെയാണ് ഉമ്മാക്ക് വിളിച്ചത് കേട്ടോ. അപ്പോൾ ഉമ്മാനോട് അമ്മായി പറഞ്ഞു പിന്നെ പെരിന്തൽമണ്ണ ഒരു പാർക്ക് വന്നിട്ടുണ്ട്, ഓരെല്ലാവരും കൂടെ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് വേണം അവർക്ക് പോവാൻ കേട്ടോ. അപ്പോൾ ഇനി വേഗിക്കണ്ട പറഞ്ഞങ്ങാണ്ട് വേഗം പോവാണ്. നമ്മൾ വരുന്നത് അവർ പോകുന്നത് നമ്മളോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങിയതിന് ശേഷമാണ് അത് അറിഞ്ഞത് കേട്ടോ. ഉമ്മ അപ്പൂസിനും ഞങ്ങൾക്കൊക്കെ ഡയറി മിൽക്കൊക്കെ വാങ്ങി തന്നിട്ടോ. പിന്നെ ഇതായി ഒരു
ചക്രമൊക്കെ വാങ്ങി തന്നു. ഞങ്ങൾ പൊട്ടിക്കാതെ നിൽക്കേനിട്ടോ അപ്പൂസ് കരയെന്ന് വിചാരിച്ചിട്ട്. ഓൻ ഉറങ്ങിയപ്പോൾ ഞാനും മോളും എല്ലാം അതെടുത്ത് കഴിക്കട്ടോ, സൗണ്ട് ഉണ്ടാക്കാതെ. ഡയറി മിൽക്ക് ആദ്യം കഴിച്ചു, പിന്നെ ഈ ചക്രല്ലേ അതൊക്കെ ഒരു പൊരി കേട്ടോ അതൊക്കെ കഴിച്ചു. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു നല്ല ടേസ്റ്റ് കിട്ടിയില്ല. അപ്പൂസ് ഉറങ്ങിയ ഗ്യാപ്പിൽ അങ്ങനെ വേഗം എന്നാലും തിന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഇതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ചെറിയ അമ്മാവൻ്റെ അല്ല, അതിൻ്റെ മുകളിലില്ല അമ്മാവൻ്റെ വീട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ചെറിയ അമ്മാവൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയത്. അവരെല്ലാവരും പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു, ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം സംസാരിച്ച് അവിടുന്ന് ജിലേബിയൊക്കെ കഴിച്ചിട്ടോ. പിന്നെ മൂന്നാമത്തെ അമ്മായി, അതായത് താഴ്ന്ന് മേലക്ക്, ചെറിയ അമ്മായിയാളിന്ന് മേലക്ക് നോക്കുമ്പോൾ മൂന്നാമത്തെ അമ്മായി ഇവിടെ ഉണ്ടായിരുന്നു. ഒരു മൂന്നാളുമാണ് പോകണത് കേട്ടോ. അപ്പോൾ ഒരു അങ്ങനെ കുറേ സമയം ഞങ്ങൾ സംസാരിച്ചിരുന്ന്, കുറേ സമയം ഇരുന്നിട്ട് തന്നെ കേട്ടോ പോകുന്നത്. ഒരു ഞങ്ങൾ ചെന്നതുകൊണ്ട് പെട്ടെന്ന് പോയതൊന്നുമില്ല, പിന്നെ ആക്കം പോലെ പോവാന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ഒരു പോയിട്ടുണ്ട്. അപ്പൂസും തന്നെ ഒന്ന് ഉറങ്ങി അതിൻ്റെ ഇടയിൽ. അതുകൊണ്ട് തന്നെ ഒരു ഉഷാറില്ലായിരുന്നു കേട്ടോ. ഓനിങ്ങനെ വണ്ടിയിൽ പോവാനൊക്കെ ഇങ്ങനെ ഒരു വാശി പിടിക്കല്ല, എന്നാൽ അവന് എപ്പോഴും ഉള്ളൊരു ഉഷാർ ഓനില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫുഡ് കഴിക്കാത്തതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം അവന് മൊത്തത്തിലുണ്ട്. ഇക്കാക്ക് 5 അമ്മാവന്മാരാട്ടോ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ 2 വീട്ടിൽക്കും നമ്മൾ പോയി, പിന്നെ ഒരു അമ്മായി ഇവിടെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ 3 വീട്ടിലത്തോരും. പിന്നെ നമുക്ക് 2 അമ്മാവന്മാരെ വീട്ടിൽ കൂടെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ പറ്റ ടയേർഡായിട്ടോ. അപ്പൂസും തന്നെ ഇങ്ങനെ ആ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ പിന്നെ വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അവരെല്ലാവരെയും കണ്ടിട്ടേ കുറേ നേരം സംസാരിച്ചിരുന്നിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്. ഏകദേശം മരിബാങ്ക് കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ അവിടുന്ന് വന്ന് വീട്ടിലെത്തിയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ അപ്പൂസിനെ ഉറക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ സെറ്റാക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഞാനും ടയേർഡാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.